ഗസ വീണ്ടും യുദ്ധഭൂമിയാവും. പുണ്യ റമദാന്റെ നാളുകളാണ് അവിടെ നടക്കുന്നത്. റമദാൻ വ്രതത്തിനിടയ്ക്ക് ജനുവരി 19 വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. 300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ കാണുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്രായേൽ പതിവ് പോലെ പറയുന്ന ന്യായം എന്താ? അവിടെ ഹമാസ് ഉണ്ട് എന്നാണ്. ഒരുപക്ഷെ ഒരു ഹമാസുകാരൻ അവിടെ ഉണ്ടാവാം. ഒരു ഹമാസുകാരനെ കൊല്ലാൻ വേണ്ടി 300 ആളുകളെ, പാവപ്പെട്ട മനുഷ്യരെ, കുട്ടികളെ, സ്ത്രീകളെ കൊല്ലുന്നത് ഏത് രണനീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം. പക്ഷെ നമുക്ക് നീതിയെക്കുറിച്ച് ഇസ്രായേലിനോട് സംസാരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞതുപോലെ നസ്രത്തിൽ നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. അവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഇതിന്റെ ഗുരുതരമായ വശം, ഈ കരാർ ഉണ്ടാക്കാൻ, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് അമേരിക്കയാണ്. വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നു, രണ്ട് ഭാഗത്തു നിന്നും ബന്ദികളെ കൈമാറുന്നു. കാരണം ബന്ദികൾ ഏത് രാജ്യത്തെ ബന്ദികളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അനിശ്ചിതത്വത്തിലാണ്. കാരണം ശത്രുവിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. ശത്രുവിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം നമ്മുടെ ജീവൻ നമുക്ക് ഉറപ്പില്ല, അവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഉറപ്പില്ല. അതുകൊണ്ട് ബന്ദികളെ പരസ്പരം കൈമാറുക എന്ന, ബന്ദികൾ എപ്പോഴും ഒരു അത്തരത്തിലുള്ള ഒരു ബാർഗെയിനാണ്. ആ ബന്ദികളെ കൈമാറുക എന്നത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അത് ഒരു ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത്, അതിനിടയ്ക്ക് അമേരിക്ക തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ഹൂതികളെ ഇല്ലാതാക്കും, ഹമാസിനെ ഇല്ലാതാക്കും, അതില്ലാതാക്കും എന്ന് ട്രംപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് എന്ന് വൈറ്റ് ഹൗസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങളുടെ മറ്റ് ഗഹനതകളിലേക്ക് ഒന്നും പോകാതെ തന്നെ പറയാം, ഒരുപാട് മനുഷ്യജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരുപാട് സമ്പത്ത് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അഭയാർത്ഥികളായ വലിയൊരു ജനക്കൂട്ടം, കുട്ടികളും സ്ത്രീകളും രോഗികളും മുറിവേറ്റവരും അടക്കം അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു യുദ്ധഭൂമിയിലേക്ക് ഒരു കരാർ ലംഘിച്ച് ഇത്രയും വലിയ ആക്രമണം നടത്തുന്നതിന് ഒന്നും ന്യായീകരണമല്ല. കാരണം ബന്ദികളെ കൈമാറുന്ന ആ കർമ്മം തന്നെ പൂർത്തിയായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് പൂർത്തിയാക്കാത്തത്? ഇത് യുദ്ധം അവസാനിക്കരുത് എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുവെന്നാണ്. അത് ഏത് ഭാഗത്തു നിന്നായാലും ഈ യുദ്ധം അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മാനവരാശിക്ക് എതിരായിട്ടുള്ള ആളുകളാണ്. മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരായിട്ടുള്ള ആളുകളാണ്. അത് അമേരിക്ക, പ്രത്യേകിച്ചും ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക വന്നതോടുകൂടി അവിടെ ഏതാണ്ട് ഒരു മരണത്തിന് കൈയും കാലും വെച്ച പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാ ഹിംസകളോടും വലിയ താല്പര്യമാണ്. അത് സാമ്പത്തിക ഹിംസയായാലും മനുഷ്യഹിംസയായാലും ഏത് ഹിംസയായാലും താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ അവിടുന്ന് ആളുകളെ കൈയും കാലും ഞങ്ങളിക്കൊക്കെ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ഹിംസ എങ്ങനെ തടയാൻ കഴിയും? ഇപ്പോ നമ്മൾ കേൾക്കുന്നത് പുത്തിനും ട്രംപുമായി ടെലിഫോൺ സംഭാഷണം, ഏറെ നാളുകൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുത്തിനുമായി സംഭാഷണം നടത്താം. എന്താ സംഭാഷണം? ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലൊരു കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാകാൻ സാധ്യതയുള്ള രാജ്യമാണ് റഷ്യ. റഷ്യയും ഇറാനും തമ്മിൽ പല കരാറുകളുണ്ട്. ഇറാൻ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്ന ഇറാനാണ്. എനിക്കറിയില്ല, ആയിരിക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വലിയൊരു രാജ്യമാണ്, ശക്തമായൊരു രാജ്യമാണ്. അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. പക്ഷേ പ്രശ്നം, ഫലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ സംഘർഷത്തിൽ എല്ലാ കാലത്തും അമേരിക്ക ഒരു പ്രധാന കക്ഷിയായി. അമേരിക്ക, ട്രംപിന് നോബൽ സമ്മാനം കിട്ടുന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. സമാധാനത്തിൽ നല്ല തമാശയായിരിക്കും ഉണ്ടെങ്കിൽ കിട്ടാൻ. എന്തായാലും ഇവിടെ മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത തരത്തിൽ ഇവർ പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നിർത്തണം. ഈ വെടിനിർത്തൽ നിർബന്ധമായി ഉണ്ടാകണം. കാരണം അല്ലെങ്കിൽ ഇത് നാളെ എവിടെയും സംഭവിക്കാം. ഇതിപ്പോ ഇന്ന് ഫലസ്തീനിൽ സംഭവിച്ചത് നാളെ ഏത് രാജ്യത്ത് സംഭവിക്കാം, ഏത് പ്രദേശത്ത് സംഭവിക്കാം. മനുഷ്യരായി ജനിച്ച് മാന്യമായി ജീവിക്കാൻ കഴിയണം എല്ലാ കുട്ടികൾക്കും, വലിയവർക്കൊക്കെ. അതിന് കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഗസയിൽ ഉണ്ടായിട്ടുള്ളത്. അതും ഈ നോമ്പുകാലത്ത് അവരെത്രത്തോളം ദുരിതത്തിലാണ് എന്ന് നമ്മൾ അറിയുക. അത് അറിയാൻ
കഴിയുന്ന ഒരു നേതൃത്വം അമേരിക്കയിൽ ഇല്ലാതെ പോയി. ഇസ്രായേലിന് ഫണ്ടേയില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പൊ ശേഷിയില്ല. പ്രത്യേകിച്ചും UN എന്ന് പറയുന്നത് വെറും നോക്കുകുത്തിയാണ്. UN പാസാക്കിയ ഒരു പ്രമേയം പോലും ഇസ്രായേലിനെതിരെ നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി മാനവരാശിക്ക് ആകെ അപകടകരമാകുന്ന ഈ നീക്കം തടയപ്പെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവരും മനുഷ്യരാണ്, ഗസയിലുള്ളതും മനുഷ്യരാണ്.